വയനാട് മണ്ഡലത്തിൽ ആര് ജയിക്കും? ഈ ചോദ്യത്തിനിപ്പോൾ പ്രസക്തി ഒട്ടും തന്നെയില്ല. കണ്ണും പൂട്ടി പ്രിയങ്ക തന്നെയെന്ന് ആരും പറയും. ഇടതിനും BJPക്കും മത്സരിക്കാമെന്നല്ലാതെ ചിത്രത്തിൽ ഇടം പിടിക്കാനാകുന്ന സാഹചര്യമില്ല. പക്ഷെ അപ്പോഴും ചങ്കിടിപ്പ് കൂടുന്ന ചിലരുണ്ട്. അതിൽ പ്രധാനി കേരളത്തിലെ BJPക്കാരാണ്. പ്രിയങ്കയുടെ ജയം വരുമ്പോൾ ആകെ അറിയേണ്ടത് രാഹുലിന്റെ ലക്ഷങ്ങളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ എത്രത്തോളം വോട്ടിന് മറികടക്കും എന്നത് മാത്രമാണ്. ആ ഭൂരിപക്ഷ വോട്ടുകൾ എവിടെ നിന്ന് ചോരും? BJPയുടേതോ അതോ ഇടതുമുന്നണിയിൽ നിന്നോ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അടിത്തട്ടിൽ വേരുറപ്പിച്ചുകൊണ്ടുള്ള കളിയാണ് വയനാട്ടിൽ BJP പയറ്റി വന്നിരുന്നത്. പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളെ കയ്യിലെടുക്കാനായി പലതരത്തിൽ ശ്രമങ്ങൾ നടത്തി. കരിന്തണ്ടന്റെ ശില്പം സ്ഥാപിച്ചത്, CK ജാനുവിനെ പാർട്ടിയിലെത്തിക്കാൻ നോക്കിയത്, ആദിവാസി വീടുകൾ നിരന്തരം സന്ദർശിച്ചുള്ള പ്രാദേശിക പ്രവർത്തകരുടെ നീക്കം, സ്ഥിരമായി നടത്തിയിരുന്ന ക്ലാസുകൾ, ഇതെല്ലാം ഇക്കൂട്ടത്തിൽ വരും. ഇതിൻ്റെ എല്ലാം ഫലമായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. കെട്ടിവെച്ച കാശ് പോയെങ്കിലും 1.5 ലക്ഷത്തോളം വോട്ടാണ് NDAയ്ക്കായി K സുരേന്ദ്രൻ നേടിയത്. വോട്ടിംഗ് വിഹിതം ഉയർത്താനായി, അതും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിരിക്കെ. 2019 അമേഠിയിൽ ജനം കൈവിട്ടപ്പോൾ രാഹുലിന് കൈത്താങ്ങായത് വയനാടായിരുന്നു. കോൺഗ്രസ് ഒരിക്കലും തോൽവി അറിയാത്ത വയനാട് രാഹുലിനും ജയം സമ്മാനിച്ചു. 7 ലക്ഷത്തിലധികം വോട്ടായിരുന്നു രാഹുലിന് ലഭിച്ചത്. 4.33 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുലിനെ ലോക്സഭയിലേക്ക് വയനാട് അയച്ചത്. എന്നാൽ 2014-ൽ 2019-നേക്കാൾ 5% വോട്ടാണ് രാഹുലിന് കുറഞ്ഞത്. അതിലൊരു പങ്കാണ് സുരേന്ദ്രനിലേക്ക് എത്തിയത്. പ്രിയങ്ക എത്തുമ്പോൾ പക്ഷെ ആ വോട്ട് വിഹിതം നിലനിർത്താൻ വയനാട്ടിലെ BJPക്കാർ വിയർക്കേണ്ടി വരും. ഇത് തന്നെയാണ് അവരുടെ ചങ്കിടിപ്പ് ഏറ്റുന്നതും. പിടിച്ചു നിൽക്കാനായി NDA പറയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ നോക്കാം. കരുത്തുള്ള ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കുക, അപ്രധാനിയായ സ്ഥാനാർത്ഥിയെ നിർത്തി പ്രിയങ്കയെ അവഗണിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാം, ആദിവാസി വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുക. ഇതൊന്നുമല്ലെങ്കിൽ വയനാട്ടിൽ NDAയുടെ വോട്ട് വിഹിതം ഉയർത്തിയ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് ആവശ്യം. ഇനി അപ്പുറത്ത് വിജയമുറപ്പിച്ച് അധികം പണിയൊന്നുമില്ലാതെ ഇരിക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ പ്രിയങ്കയിലൂടെ കേരളത്തിലെ നേതാക്കൾ മറ്റു പല കണക്കുകൂട്ടലുകളാണ് നടത്തുന്നത്. വയനാട്ടിലെ അരങ്ങേറ്റത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലും നേതൃപരമായ പങ്ക് പ്രിയങ്കയിലേക്ക് എത്തിക്കുക. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രിയങ്കയുടെ വാക്കും നിലപാടും മാർഗരേഖയാകും. സംസ്ഥാനത്ത് LDF സർക്കാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിച്ചുവെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ UDFനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്താൻ പ്രിയങ്കയെ കളത്തിലിറക്കാം. രാഹുലിനുമേൽ അന്തർമുഖത്വം ആരോപിക്കപ്പെട്ടുവെങ്കിൽ പ്രിയങ്ക അത്തരം ആരോപണങ്ങൾ നേരിടുന്നുമില്ല. രാഹുലും പ്രിയങ്കയും ലോക്സഭയിലെത്തുന്ന സാഹചര്യം കേരളത്തിന് കൂടുതൽ അനുകൂലമാവുമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. സംസ്ഥാനത്തെ വിഷയങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉയർത്താൻ സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു.